ഹലോ നമസ്കാരം. മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് അവരിപ്പോൾ എന്താണ് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്, എന്തിനാണ് വിട്ടുകളയേണ്ടത്? ഓക്കെ, എന്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്? ഓക്കെ, അപ്പോ നിങ്ങളോട് ആദ്യമേ പറയുന്നു, ഇപ്പൊ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ടെൻഡൻസി, മുന്നും പിന്നും നോക്കാണ്ട് തീരുമാനത്തിലെത്തുക, മുന്നും പിന്നും നോക്കാണ്ട് ആക്ഷൻ എടുക്കുക, ധൃതി, അതാണ് ബേസിക്കലി. ഓക്കെ, അതായത് ഒക്കെ വേഗം വേഗം ചെയ്യണം, അങ്ങനെ ഒരു ഡെസ്പറേഷനിൽ നിന്നുണ്ടാകുന്ന ധൃതി. ഓക്കെ, അതുമൂലം ചിന്തിക്കാതെ കൃത്യമായ വിശകലനം ചെയ്യാതെ തീരുമാനങ്ങൾ എടുക്കുന്നു, ചോയ്സസ് ഡിസൈഡ് ചെയ്യുന്നു, പിന്നെ ആക്ഷൻസ് എടുക്കുന്നു. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അത് പലപ്പോഴും ചെയ്തിട്ട് പിന്നെ നിങ്ങൾ അത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് ആ ഒരു ടെൻഡൻസി നിങ്ങൾ ഒഴിവാക്കണം. ഒരു റഷ്ഡ് ഡിസിഷൻ, കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി, എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാത്തിലും വേഗം വേഗം ഡിസിഷൻ എടുക്കുന്നത്, ആക്ഷൻ എടുക്കുന്നത്. ഇതിന്റെ ഒക്കെ പിന്നില് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രേരണയാണ് ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഏർജാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഒരു റഷ്ഡ്, ഒരു കൺട്രോളിങ് എനർജിയിലേക്ക് വരുന്നതും. എല്ലാം വേഗം വേഗം ചെയ്യണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിലും തീരുമാനം എടുക്കണം, എല്ലാം അതായത് ഒരു സമയം എടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോയ്സ് എടുക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കൂ. ആ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ട് കൃത്യമായി ഒന്ന് മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഓക്കെ, അതിലൊരെണ്ണം റാൻഡംലി ഒരെണ്ണം സെലക്ട് ചെയ്യുക, അങ്ങനെ ആ ഒരു ടെൻഡൻസി ഉണ്ട്. അത് വേണ്ടാന്ന് പറയുന്നു. ക്ഷമയോടെ പതുക്കെ മുന്നോട്ട് പോവുക, തീരുമാനങ്ങളൊക്കെ സാവധാനം എടുക്കുക, ആക്ഷൻസ് എടുക്കുന്നതിന് മുന്നേ നല്ലവണ്ണം ആലോചിക്കുക, കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുക. ധൃതി നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ് കൊണ്ടുവരിക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് മാറുന്നതിനാണ്. നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, നിങ്ങളുടെ കേപ്പബിലിറ്റീസ് എന്താണ്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എംബ്രേസ് ചെയ്ത് നിങ്ങളിൽ വീക്ക്നെസ്സുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളിൽ ഹീലിംഗ് വേണമെങ്കിൽ ആ ഹീലിംഗ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് മാറുന്നതിലേക്കാണ്, അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നതിലാണ് നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ഇപ്പോൾ വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുന്ന നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങളുടെ ഒതന്റിക് വേർഷനിലായാലേ കടക്കാൻ സാധിക്കൂ, എന്നാലേ അവിടെ നിലനിന്ന് പോകാൻ സാധിക്കൂ. നിങ്ങൾക്ക് ആ ഒരു നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ട്, അത് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ ഒതന്റിക് വേർഷനിലാവാന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല ഇവിടെ, നിങ്ങൾക്ക് അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിലേക്കാണ് ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ആയിരിക്കേണ്ടത്. ഇനി എന്തിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ അഭിപ്രായത്തിന്, നിങ്ങളുടെ തീരുമാനത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാകുന്ന, വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു മൊമെന്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ പറയുന്ന ഒപ്പീനിയൻ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, നിങ്ങളുടെ ഡിസിഷൻ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. ഒരു പക്ഷെ അതിലേക്കുള്ള ട്രെയിനിങ്ങിനാണ് നിങ്ങളോട് ആദ്യമേ ഈ ധൃതി വെച്ചുള്ള തീരുമാനം എടുക്കുന്ന ടെൻഡൻസി ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്, വേറെ ആളെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഡിസിഷൻ എടുക്കണമെങ്കിൽ, കൃത്യമായി നിങ്ങളുടെ ഒപ്പീനിയൻ പറയണമെങ്കിൽ, കൃത്യമായി നിങ്ങളുടെ ഭാഗത്ത് എടുക്കേണ്ട ആക്ഷൻ എടുക്കണമെങ്കിൽ, അത് പറ്റണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ അനാവശ്യ ധൃതി ഒഴിവാക്കുക, രണ്ടാമത് നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് മാറുക. ഇത്രയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന്, ആ ഒരു നിങ്ങളുടെ ഒപ്പീനിയൻ വോയിസ് ഔട്ട് ചെയ്യുന്നതിന്, ആക്ഷൻ എടുക്കുന്നതിന്, റൈറ്റ് ആയിട്ട് ശരിയായ രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾ പ്രാപ്തരാവുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. കൃത്യമായ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ സ്പീക്ക് ഔട്ട്, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞു തുടങ്ങുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക, നിങ്ങളത് പറഞ്ഞു തുടങ്ങുക, മനസ്സിൽ തന്നെ വെക്കാതെ പറഞ്ഞു തുടങ്ങുക, എക്സ്പ്രസ് ചെയ്ത് തുടങ്ങാൻ പറയുന്നു. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറഞ്ഞു ശീലിക്കാൻ പറയുന്നു. ഓക്കെ,
സ്പീക്ക് ഔട്ട് ചെയ്യണം. നിങ്ങൾ എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ കാര്യങ്ങൾ പറയാതെ ഇരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കുറെയൊക്കെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. അത് പാടില്ല. നിങ്ങൾ അപ്പോൾ എന്ത് വേണം? നിങ്ങൾ അതിന് നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ വോയിസ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങണം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്തു തുടങ്ങണം. ആ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഗ്രൂപ്പ് 2 പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഇപ്പോൾ എന്താണ് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്? ഓക്കെ, എന്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്? ഓക്കെ, നിങ്ങൾക്ക് കാർഡ്സ് ഇങ്ങനെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫയർ എർത്ത് പ്ലേസ്മെന്റ് സ്ട്രോങ് ആയിട്ട് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ഈ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിംഗ് എസ്പെഷ്യലി ഫയർ പ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയി കാണുന്നു. അപ്പൊ നിങ്ങൾ എന്തിനു ഉപേക്ഷിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയാ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രമേൽ നിങ്ങളെ ഒരു പ്രൗഡ് ആക്കിയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഒരു അച്ചീവ്മെന്റ്, ഓക്കെ, നിങ്ങളുടേതായ ഒരു നേട്ടം നിങ്ങൾക്ക് ഈ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ കാര്യമായ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു. ചിലപ്പോൾ ഈ വിജയത്തോടെ ആവാം, ഈ നേട്ടത്തോടെ ആയിരിക്കാം നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ കാര്യമായ ഒരു മാറ്റം. നിങ്ങൾ വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങളുടെ ജീവിതത്തിനെ, മുന്നോട്ടുള്ള ജീവിതത്തിനെ നോക്കി കാണുന്നത്. ആ ഒരു എനർജി നല്ലതാണ്. ഓക്കെ, പക്ഷേ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ശരിയാണ്, ആ വിജയം അത് ആഘോഷിക്കേണ്ടതാണ്, അതിൽ പ്രൗഡ് ആവേണ്ടതാണ്, അല്ല എന്ന് പറയുന്നില്ല. ലൈഫ് എൻജോയ് ചെയ്യേണ്ടതാണ്, അതും അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവാം. ഒരു ഓവർബോർഡ് പോവാന്ന് പറയില്ലേ, അതായത് നമ്മൾ ആഘോഷിക്കണം എന്ന് ചോദിച്ചാൽ യെസ്, പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ആ ഒരു ലിമിറ്റ് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രൗഡ് ആയിക്കോളൂ, പക്ഷെ ഒരിക്കലും അതിൽ നിങ്ങൾക്കൊരു എന്താ പറയുക അഹങ്കാരം വരാതിരിക്കാൻ നോക്കുക. മറ്റുള്ളവരെ ഹാർഷായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങളിൽ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ രീതിയിലോ അല്ലാതെയോ നിങ്ങൾ ഈ പറയുന്ന ടെൻഡൻസീസ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അതൊട്ടും പാടില്ല. പ്ലസ് ഈ പറഞ്ഞ പോലെ അതിലിങ്ങനെ മതിമറന്ന് പോകാൻ പാടില്ല. അതാണ് റൈറ്റ് വേർഡ്, മതിമറന്ന് പോവുക. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വിജയം, ആ ഒരു നേട്ടം, അപ്പൊ അതുമൂലം ലൈഫിന് മുന്നോട്ട് ഓക്കെയാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഓക്കെ, അത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഇവിടെ എത്തിയിട്ടുണ്ടാവുക. നിങ്ങളപ്പോൾ അത് ആഘോഷിക്കണ്ടേ, സന്തോഷിക്കണ്ടേ വെച്ചാൽ യെസ് വേണം, പക്ഷെ മതിമറന്ന് പോകാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ചാല് ഈ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ സന്തോഷിക്കുമ്പോൾ, നിങ്ങൾ ഈ എൻജോയ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇതിൽ മതിമറന്ന് പോകുമ്പോൾ ചില ആളുകൾ ഇതിനെ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ ഇതിലൊരു തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഒരു ഓപ്പൺനെസ്സോട് കൂടിയിട്ട് അപ്പം നിൽക്കണേ, അത് ശരിയാവില്ല. നിങ്ങൾ ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യണം അറ്റ് ഓൾ കോസ്റ്റ്. ഓക്കെ, വളരെയധികം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, യെസ്, നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യം സംഭവിക്കും, അത് പ്രൈവറ്റ് ആക്കി വെക്കൂ. എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുമ്പോൾ സന്തോഷിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അവരുടെ മുഖത്ത് ചിരിയൊക്കെ ഉണ്ടാവും, പറയുമ്പോൾ നല്ല കാര്യങ്ങൾ പറയും, മനസ്സിൽ ചിലപ്പോൾ നേരെ വിപരീതമായിരിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, കാരണം ഇത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ പറയുന്നത്. നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക. ഈ സന്തോഷം ആഘോഷമൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് പക്ഷെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട്, ഓക്കെ, എല്ലാവരും കാണുക അങ്ങനെ മതിമറന്ന് കാര്യങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരാതിരിക്കാനാണ് ഈ പറയുന്നത്. മനസ്സിലായോ? എപ്പോഴും നല്ലത് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ
നമ്മളിൽ തന്നെ അത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളത് ആഘോഷിക്കണോ? യെസ്. പക്ഷെ നമ്മൾ ആരോടൊപ്പം ആഘോഷിക്കണം? നമ്മളുടെ കൂടെ എപ്പോഴുമുള്ള ആളുകളുണ്ട്. ഒരേപോലെ നിൽക്കുന്നവര്. ഓക്കെ, നമ്മുടെ വിജയങ്ങളിലും നമ്മളുടെ ഒരു ലൈഫിലൊരു പരീക്ഷണ ഘട്ടം വരുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന, ഒരേപോലെ നിൽക്കുന്ന, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മൾ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അവരോടൊത്ത് നിങ്ങൾക്ക് ഈ സന്തോഷം പങ്കുവെക്കാം. അല്ലാതെ കണ്ട് ബാക്കി എല്ലാവരുമായിട്ട് ഇവിടെ സന്തോഷം പങ്കുവെക്കേണ്ട ആവശ്യമില്ല. ഹെൽത്തി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിജയവും നേട്ടവും നിങ്ങളുടെ ലൈഫിൽ നല്ല കാലം തുടങ്ങിയപ്പോൾ നിങ്ങളോട് അടുത്ത ചില ആളുകൾ ഉണ്ടാവും. അവരൊക്കെ പ്രത്യേകം അകറ്റി നിർത്തുക. സന്തോഷിച്ചോളൂ, ആഘോഷിച്ചോളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പറഞ്ഞ വളരെ ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള പീപ്പിൾ ആയിട്ട് മാത്രം പ്രൊട്ടക്ട് യുവർ എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് തന്നെ നിങ്ങൾക്കൊരു യാത്ര എന്നൊരു സാധ്യത കാണുന്നു. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒന്നുകിൽ യാത്രയാണ്, അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത് ഒരു ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ച്, പെട്ടെന്നുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റം ജീവിതത്തിൽ. ഓക്കെ, ഒന്നിൽ കൂടുതൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്ന ഒരവസ്ഥ, ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജസ്. ഇതിലേതെങ്കിലും ഒന്നൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ യാത്രയുടെ ഒരു പക്ഷേ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. ആ യാത്രയിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ ഏറ്റവും നല്ല രീതിയിൽ മാറുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇത് കുറേയും കൂടെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രോഗ്രസ്, ഈ ഒരു ചേഞ്ച്, ഈ ഒരു ട്രാവൽ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ, ഇതെല്ലാം നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ സ്വീകരിക്കാനും ആ ഒരു പ്രോഗ്രസ് ഫോർവേഡ് മൊമെന്റ് ആണ് അല്ലെ, അതിലേക്ക് ആകുന്നതിനും അത് നിങ്ങളെ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഈ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പൊ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് കാണുക. അത് വേണ്ടാന്ന് പറയുന്നില്ല, നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അത് വേണം. പക്ഷെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിലാ ചിന്ത വെക്കുന്നതും മറ്റുള്ളവരോട് എൻ്റെ ലൈഫിൽ ഇനി അങ്ങനെ നല്ല സുഖമായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ ലൈഫിൽ ഞാൻ രക്ഷപ്പെട്ടു, അങ്ങനെ നിങ്ങൾ സന്തോഷം കൊണ്ടാ പറയണേ. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ഒട്ടും ആഗ്രഹമുള്ള ആളായിരിക്കില്ല. ഓക്കെ, അപ്പോ അങ്ങനെ നിങ്ങളത് ഷെയർ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. ഒപ്റ്റിമിസ്റ്റിക് ആയി തന്നെ ഇരിക്കുക, അതിന് പ്രിപ്പയർ ചെയ്യുക. ഒരു യാത്രയ്ക്ക് ആണെങ്കിൽ അതിനെ നിങ്ങൾ മെന്റലി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്പൊ ഏറ്റവും പോസിറ്റീവ് എനർജിയിൽ തന്നെ ആയിരിക്കും, ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു എന്താ പറയാ, ഹൈ വൈബ്രേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.